എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെസ്റ്റിംഗിലെ ആട്രിബ്യൂട്ട്സ് ആയ ഡിപ്പെൻഡ്സ് ഓൺ മെത്തേഡ്സ്, ഡിപ്പെൻഡ്സ് ഓൺ ഗ്രൂപ്പ്സ്, ഓൾവേസ് റൺ എന്നീ 3 ആട്രിബ്യൂട്ടിന്റെ യൂസേജ് ആണ്. ഞാൻ എക്ലിപ്സ് IDE ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലീൻ ടെസ്റ്റിംഗ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിനുള്ളിൽ com.testng.depends എന്ന് പറഞ്ഞ പാക്കേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജിനുള്ളിൽ ഡിപ്പെൻഡ്സ് ഓൺ മെത്തേഡ്സ് ഡെമോ എന്ന് പറഞ്ഞ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇ-കൊമേഴ്സ് വെബ് ആപ്ലിക്കേഷനിലെ ഡിഫറെൻറ്റ് ഫങ്ഷനാലിറ്റിയുടെ ടെസ്റ്റ് കേസ് ആയിട്ട് നിങ്ങളിത് ഈ ഒരു ക്ലാസ് കൺസിഡർ ചെയ്യുക. അപ്പം ഈ ഒരു ക്ലാസ്സിനകത്ത് ലോഗിൻ ടെസ്റ്റ് ഉണ്ട്, സെർച്ച് പ്രൊഡക്റ്റ് ടെസ്റ്റ് ഉണ്ട്, ആഡ് ടു കാർട്ട് ടെസ്റ്റ് ഉണ്ട്, പേയ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, ലോഗൗട്ട് ടെസ്റ്റ് ഉണ്ട്. ഏറ്റവും അവസാനം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത ടെസ്റ്റ് കേസിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് കേസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ടെസ്റ്റ് കേസാണ് ഈ ക്ലാസ്സിനകത്തുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഇ-കൊമേഴ്സ് വെബ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ലോഗിൻ ആയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഫങ്ഷനാലിറ്റീസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ സെർച്ച് പ്രൊഡക്റ്റ് എന്നൊരു ഫങ്ഷനാലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യണം, ആഡ് ടു കാർട്ട് ചെയ്യണമെങ്കിൽ ലോഗിൻ വർക്ക് ആകണം. അപ്പം ഈ ക്ലാസ്സിലെ എല്ലാ ടെസ്റ്റ് മെത്തേഡും പ്രീറെക്വിസൈറ്റ് ആയിട്ട് ലോഗിൻ വർക്ക് ചെയ്യണം. റിയൽ ടൈം നമ്മൾ സെലീനിയം ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ലോക്കലി മാത്രമായിരിക്കില്ല, നമ്മൾ ഡിഫറെൻറ്റ് ബ്രൗസർ കോമ്പിനേഷനിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ റൺ ചെയ്യും. അങ്ങനെ റൺ ചെയ്യുമ്പോൾ നമ്മൾ ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രൗസർ സ്റ്റാക്കോ ലാംഡ ടെസ്റ്റോ സോഴ്സ് ലാബ്സോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം പെയ്ഡ് ആണ്. ഫ്രീ ട്രയൽ വെച്ച് നമുക്ക് ഒരു POC ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വർക്ക് ആകണം. അതായത് ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോഗിൻ വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടെസ്റ്റ് കേസുകൾ, അതായത് സെർച്ച് പ്രൊഡക്റ്റ് ടെസ്റ്റ്, ആഡ് ടു കാർട്ട് ടെസ്റ്റിനെല്ലാം വേണ്ടി സമയം നമുക്ക് നഷ്ടമാവും. അപ്പം നമ്മളപ്പോൾ ലോഗിൻ ടെസ്റ്റ് വർക്ക് ആയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ടെസ്റ്റുകൾ വർക്ക് ആവുള്ളൂ. അപ്പം ലോഗിൻ ടെസ്റ്റ് ഒരു പ്രീറെക്വസൈറ്റ് ആയിട്ട് ബാക്കിയുള്ള മെത്തേഡ്സിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഡിപ്പെൻഡ്സ് ഓൺ മെത്തേഡ്സ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ടെസ്റ്റ് വർക്ക് ആയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ടെസ്റ്റുകൾ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതായത് ലോഗിൻ ടെസ്റ്റ് കേസ് കറക്റ്റായിട്ട് വർക്ക് ആകാത്ത കേസിലാണ് ഈ ഒരു ആട്രിബ്യൂട്ട് യഥാർത്ഥ യൂസ് കേസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. ഞാൻ ഈ ഒരു ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റൺ ഓൾ എന്ന ഓപ്ഷനെ ഞാൻ ക്ലിക്ക് ചെയ്തു. എല്ലാ ടെസ്റ്റ് കേസും എക്സിക്യൂട്ട് ആയി. അത് ഡീഫോൾട്ട് ആയിട്ട് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് റൺ ആയത്. TestNG കൺസെപ്റ്റായ പ്രയോറിറ്റി ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അത് എക്സിക്യൂട്ട് ആയി. ഇനി ഞാൻ ലോഗിൻ ടെസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ടെസ്റ്റ് മെത്തേഡ്സും ലോഗിൻ ടെസ്റ്റ് ഒരു പ്രീറെക്വസൈറ്റ് ആയിട്ട് മാറ്റാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഡിപ്പെൻഡ്സ് ഓൺ മെത്തേഡ്സ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുവാണ്. ഡിപ്പെൻഡ്സ് ഓൺ മെത്തേഡ്സ്, ഏത് മെത്തേഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കണം. നമ്മൾ ലോഗിൻ ടെസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആ മെത്തേഡിന്റെ പേര് ഡബിൾ കോട്ട്സിൽ പാസ് ചെയ്യുക. ഈ മെത്തേഡ് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യണം ലോഗിൻ ടെസ്റ്റ് എന്നുള്ളത്. ഈ ഒരു ആട്രിബ്യൂട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിംഗ് ആയിട്ടുള്ള അറേയാണ്. അതായത് നമുക്ക് കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ വാല്യൂസ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഇനി ഞാൻ ഈ സെയിം ആട്രിബ്യൂട്ട് ബാക്കി എല്ലാ ടെസ്റ്റ് മെത്തേഡും കൂടെ ആഡ് ചെയ്യുവാണ്. എല്ലാ മെത്തേഡ്സും ആഡ് ചെയ്തു. നമ്മൾ മുമ്പേ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് വർക്ക് ആയത്. ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യമേ റൺ ആകാൻ പോകുന്ന ലോഗിൻ ടെസ്റ്റ് ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് എക്സിക്യൂഷന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ റൺ ഓൾ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം, ആദ്യമേ എക്സിക്യൂട്ട് ആയ ലോഗിൻ ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം.
അതുപോലെ കൺസോളിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ലോഗിൻ ടെസ്റ്റ് ആണ് ആദ്യം എക്സിക്യൂട്ട് ആയത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TestNG ഡീഫോൾട്ട് ആയിട്ട് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, പ്രയോറിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ R2 ടെസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഡിപ്പെൻഡ്സ് ഓൺ മെത്തേഡ്സ് എന്നൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് TestNGക്ക് മനസ്സിലായി. അപ്പം ഈ ഒരു മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ലോഗിൻ ടെസ്റ്റിലാണ്. അപ്പോൾ ലോഗിൻ ടെസ്റ്റ് ആയിരിക്കും ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും പിന്നെയുള്ള റിമൈനിങ് മെത്തേഡ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എക്സിക്യൂട്ട് ആകുന്നത്. അപ്പോൾ ആദ്യമേ ലോഗിൻ ടെസ്റ്റ് എക്സിക്യൂട്ട് ആയി, അതിനുശേഷം ബാക്കിയുള്ള ടെസ്റ്റ് കേസുകൾ എങ്ങനെയാണ് TestNG ഡീഫോൾട്ട് ആയിട്ട് റൺ ചെയ്യുന്നത് അതേ രീതിയിൽ റൺ ആക്കി. ഇനി നമ്മൾ ഇന്റൻഷനലി ലോഗിൻ ടെസ്റ്റ് ഫെയിൽ ആക്കുവാണ്. അപ്പം എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ ഇന്റ് a = 10/0 എന്ന് കൊടുക്കുവാണ്. സെമിക്കോളൻ എൻ്റെ ലാപ്ടോപ്പിൽ വർക്ക് ആകുന്നില്ല, അതുകൊണ്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ഞാൻ ആ ഫയൽ സേവ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്, റണ്ണോൾ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ലോഗിൻ ടെസ്റ്റ് ഫെയിലായി, കാരണം ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ അവിടെ ഉണ്ടായി. നമ്പർ ഡിവൈഡ് ബൈ 0 പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഉണ്ടായി. അതുകൊണ്ട് ഈ ടെസ്റ്റ് കേസ് ഫെയിലായി. അതുകൊണ്ട് തന്നെ റിമൈനിങ് ടെസ്റ്റ് കേസ് വർക്ക് ആയില്ല. കാരണം ലോഗിൻ ടെസ്റ്റ് വർക്ക് ആയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ടെസ്റ്റ് കേസുകൾ വർക്ക് ആവുള്ളൂ. അതുകൊണ്ടാണ് ഡിപ്പെൻഡ്സ് ഓൺ മെത്തേഡ്സ് എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മൾ ആഡ് ചെയ്തത്. അതായത് ലോഗിൻ ടെസ്റ്റ് സക്സസ്ഫുള്ളി വർക്ക് ആയെങ്കിൽ മാത്രമേ റിമൈനിങ് മെത്തേഡ്സ്, അതായത് ലോഗിൻ ടെസ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ആകുന്ന റിമൈനിങ് ടെസ്റ്റ് മെത്തേഡ്സ് വർക്ക് ആവുള്ളൂ. അതുകൊണ്ട് ബാക്കി എല്ലാ മെത്തേഡ്സും സ്കിപ്പ് ആയി. അതുകൊണ്ടാണ് ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഡിപ്പെൻഡ്സ് ഓൺ മെത്തേഡ്സ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഡിപ്പെൻഡ്സ് ഓൺ ഗ്രൂപ്പ്സ് എന്ന കൺസെപ്റ്റ് പറയാം. ഇവിടെയും സെയിം ഇ കൊമേഴ്സിലെ ആപ്ലിക്കേഷനിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാറുള്ള ഫംഗ്ഷനാലിറ്റീസ് തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ലോഗിൻ ടെസ്റ്റ്, സെർച്ച് പ്രൊഡക്റ്റ് ടെസ്റ്റ്, R2 ടെസ്റ്റ്, പേയ്മെന്റ് ടെസ്റ്റ്, ലോഗോ ടെസ്റ്റ്, ഏറ്റവും അവസാനം ജനറേറ്റ് റിപ്പോർട്ട് ടെസ്റ്റ്. അപ്പം ഇവിടെ ഞാൻ ഡിപ്പെൻഡ്സ് ഓൺ ഗ്രൂപ്പ്സ് എന്ന ആട്രിബ്യൂട്ട് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യമേ എല്ലാ പർട്ടിക്കുലർ മെത്തേഡിനെയും ഓരോ ഗ്രൂപ്പിന്റെ പാർട്ട് ആക്കുവാണ്. അപ്പം ഗ്രൂപ്പ്സ് = ഗ്രൂപ്പ് എന്ന കൺസെപ്റ്റ് ഞാൻ ഓൾറെഡി TestNGയിലെ പ്ലേലിസ്റ്റിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോയുടെ ലിങ്കും കൂടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇടുന്നതായിരിക്കും. = ലോഗിൻ എന്ന് കൊടുക്കുന്നു. ഇതൊരു ലോഗിൻ റിലേറ്റഡ് ടെസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് ഈ ടെസ്റ്റ് കേസ് മാറ്റി. അതുപോലെ ഇതൊരു സെർച്ച് എന്നൊരു ഗ്രൂപ്പിലേക്ക് മാറ്റുവാണ്, സെർച്ച് പ്രൊഡക്റ്റ് ടെസ്റ്റിനെ. അതുപോലെ ഇതിനെ ഞാൻ ഈ ഒരു മെത്തേഡ് R2 എന്നൊരു ഫംഗ്ഷനാലിറ്റിയുടെ ടെസ്റ്റ് കേസിന്റെ ഭാഗമാക്കുന്നു. പേയ്മെന്റ് ടെസ്റ്റിനെ ഞാൻ പേയ്മെന്റ് എന്ന ഗ്രൂപ്പിന്റെ ഭാഗമാക്കുന്നു. ഇനി ലോഗോ ടെസ്റ്റിനെ ഞാൻ ലോഗൗട്ട് എന്ന ഗ്രൂപ്പിന്റെ ഭാഗമാക്കുവാണ്. അതുപോലെ ജനറേറ്റ് റിപ്പോർട്ട് ടെസ്റ്റിനെ ഞാൻ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാക്കുന്നില്ല. ഇനി ഞാൻ ഡിപ്പെൻഡ്സ് ഓൺ ഗ്രൂപ്പ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഈ ഒരു ഗ്രൂപ്പ് ഡിപ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ള ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സെർച്ച് പ്രൊഡക്റ്റ് ടെസ്റ്റ് എന്ന ടെസ്റ്റ് കേസിന്റെ കേസിൽ അതുപോലെ ബാക്കി റിമൈനിങ് ടെസ്റ്റ് കേസിന്റെ കേസിൽ നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ ഗ്രൂപ്പ്സ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ ഒരു കോമ കൊടുക്കുന്നു. അതിനുശേഷം ഡിപ്പെൻഡ്സ് ഓൺ ഗ്രൂപ്പ്സ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത ശേഷം
ഏത് ഗ്രൂപ്പിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ കൊടുക്കുവാണ്. ലോഗിൻ എന്ന ഗ്രൂപ്പിനെയാണ്. അതുപോലെ ബാക്കിയുള്ള മെത്തേഡ്സിനും സെയിം ഡിപ്പെൻസ് ഓൺ ഗ്രൂപ്പ്സ് എന്ന കൺസെപ്റ്റ് ആഡ് ചെയ്യണം. അതായത് ഈ ടെസ്റ്റ് മെത്തേഡ് സെർച്ച് പ്രൊഡക്റ്റ് ടെസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്രൂപ്പിന്റെ പേര് ലോഗിൻ എന്നുള്ളതാണ്. അതായത് ലോഗിൻ എന്ന ഗ്രൂപ്പ് യൂസ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് മെത്തേഡ് റൺ ആയെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് റൺ ആവുള്ളൂ. അതുപോലെ ഇവിടെ ഞാൻ ആ ഡിപ്പെൻസ് ഓൺ ഗ്രൂപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുവാണ്. ഇവിടെ ആഡ് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. ജനറേറ്റ് റിപ്പോർട്ട് ടെസ്റ്റിന്റെ കേസിലും ആഡ് ചെയ്തു. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റൺ ചെയ്തപ്പോൾ ആദ്യമേ ലോഗിൻ ടെസ്റ്റ് വർക്കായി. കാരണം ആദ്യമേ ആഡ് ടു കാർട്ട് ടെസ്റ്റിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ആട്രിബ്യൂട്ട് ഡിപ്പെൻസ് ഓൺ ഗ്രൂപ്പ്സ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. അതായത് ലോഗിൻ എന്ന മെത്തേഡ് റൺ ആയ ശേഷമേ, അതായത് ലോഗിൻ എന്ന ഗ്രൂപ്പ് പാർട്ടായിട്ടുള്ള ടെസ്റ്റ് കേസ് റൺ ആയ ശേഷമേ ഈ ഒരു ടെസ്റ്റ് കേസ് റൺ ആവുള്ളൂ. അപ്പോൾ ആദ്യമേ ലോഗിൻ ടെസ്റ്റ് ആണ് റൺ ആയത്. അതിനുശേഷം ബാക്കിയുള്ള മെത്തേഡ്സ് ആൽഫബറ്റിക്കൽ ഓർഡർ റൺ ആയി. ഇനി ഞാൻ ഈ ഒരു ടെസ്റ്റ് കേസ് ഇനിഷ്യലി ഫെയിൽ ചെയ്യിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്റ് എ ഈക്വൽ ടു 10/0 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് കേസ് ഫെയിൽ ആവും. ഫെയിൽ ആകുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ബാക്കിയുള്ള ടെസ്റ്റ് കേസ് സ്കിപ്പ് ആകും എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് സ്കിപ്പ് ആകുന്നതുകൊണ്ട് നമുക്ക് നോക്കാം. ഞാനിത് എക്സിക്യൂട്ട് ചെയ്യുവാണ് റൺ ഓൾ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ലോഗിൻ ടെസ്റ്റ് ഫെയിൽ ആയി. അതുകൊണ്ട് റിമൈനിങ് ടെസ്റ്റ് മെത്തേഡ്സും സ്കിപ്പായി. കാരണം എല്ലാ മെത്തേഡും ഡിപ്പെൻസ് ഓൺ ഗ്രൂപ്പ്സ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ലോഗിൻ എന്ന ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ലോഗിൻ ടെസ്റ്റ് ലോഗിൻ എന്ന ഗ്രൂപ്പിന്റെ പാർട്ടാണ്. അതുകൊണ്ട് ഈ ടെസ്റ്റ് കേസ് ഫെയിൽ ആയതുകൊണ്ട് റിമൈനിങ് ടെസ്റ്റ് കേസുകളൊന്നും എക്സിക്യൂട്ട് ആകുകയില്ല. ഇനി നമുക്ക് ഓൾവേസ് റൺ എന്ന ആട്രിബ്യൂട്ടിന്റെ യൂസേജ് നോക്കാം. അത് ഡിപ്പെൻസ് ഓൺ മെത്തേഡിന്റെ കേസിലും ഡിപ്പെൻസ് ഓൺ ഗ്രൂപ്പിന്റെ കേസിലും സെയിം എഫക്റ്റ് ആണ്. അതായത് ഞാൻ ഈ ജനറേറ്റ് റിപ്പോർട്ട് ടെസ്റ്റിന്റെ അവിടെ ഓൾവേസ് റൺ എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിന്റെ ഡീഫോൾട്ട് വാല്യൂ ഫോൾസ് ആണ്. അതായത് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കൊടുത്തില്ലെങ്കിൽ അതിന്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും. ഓൾവേസ് റണ്ണ് ട്രൂ ആക്കി മാറ്റിയ ഈ ടെസ്റ്റ് കേസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് മെത്തേഡ് ഫെയിൽ ആയാലും ഈ ടെസ്റ്റ് കേസ് റൺ ആവും. അതായത് കൺസോളിൽ ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വരും. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ റൺ ഓൾ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം ഒരു പാസ് ഉണ്ട്, ഒരു ഫെയിലിയറും 4 സ്കിപ്പുമാണ്. അതായത് ലോഗിൻ ടെസ്റ്റ് ഫെയിൽ ആയി, പക്ഷേ ലോഗിൻ ടെസ്റ്റിലെ ഡിപ്പെൻഡൻസി ഉണ്ട് ഈ ജനറേറ്റ് റിപ്പോർട്ട് ടെസ്റ്റിന്. പക്ഷേ ഇവിടെ ഓൾവേസ് റൺ ഈക്വൽ ട്രൂ എന്നാക്കിയത് കൊണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന മെത്തേഡ് ഫെയിൽ ആണ് എന്നുണ്ടെങ്കിലും ഈ മെത്തേഡ് റൺ ആകും. അതുകൊണ്ട് തന്നെ കൺസോളിൽ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വരും. അത് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വന്നിട്ടുണ്ട്. ഇതേ കേസ് തന്നെ നമുക്ക് ഓൾവേസ് റൺ ഈക്വൽ ട്രൂ എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ഗ്രൂപ്പിന്റെ കേസിലും യൂസ് ചെയ്യാൻ സാധിക്കും. ഇതേ കൺസെപ്റ്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുവാണ്. ഞാൻ വീണ്ടും റൺ ഓൾ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്കാണ് ഇവിടെ ടോട്ടൽ റൺസ് 6 ആണ്. ഒരെണ്ണം പാസ്സായി, ഒരെണ്ണം ഫെയിൽ ആയി, 4 സ്കിപ്പായി. ജനറേറ്റ് റിപ്പോർട്ട് ടെസ്റ്റ് എന്നുള്ളത് വർക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസോളിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് കാണാം, ജനറേറ്റ് റിപ്പോർട്ട് ടെസ്റ്റ് എന്നുള്ളത്. അതായത് ഈ ഒരു ടെസ്റ്റ് മെത്തേഡ്
ലോഗിൻ എന്ന ഗ്രൂപ്പെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോഗിൻ ടെസ്റ്റ് ലോഗിൻ്റെ പാർട്ടാണ്, അത് നമ്മൾ ഇൻറ്റൻഷനലി ഫെയിൽ ചെയ്യിപ്പിച്ചു. അപ്പം അങ്ങനെ ഇൻറ്റൻഷനലി ഫെയിൽ ചെയ്യിക്കുമ്പോൾ ഉറപ്പായിട്ട് ഈ മെത്തേഡ് റൺ ആകരുത്. പക്ഷെ നമ്മളിവിടെ ഓൾവേസ് റൺ എന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ട്രൂ ആക്കിയതുകൊണ്ട് ഫെയിൽ ആണ്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഉള്ള ടെസ്റ്റ് മെത്തേഡ് ഫെയിൽ ആണെങ്കിലും ഈ മെത്തേഡ് റൺ ആവും. അങ്ങനെയാണ് കൺസോൾ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്ത് വന്നത്. അതുപോലെ ഇവിടെ പാസ്സായിട്ടുള്ള ഗ്രീൻ ടിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യെല്ലോ കളറിൽ ക്രോസ് മാർക്ക് കാണിക്കുന്നത് സ്കിപ്പ് ആണ്. അതുപോലെ ബ്ലൂ കളറിൽ കാണിക്കുന്ന ഫെയിൽഡ് മെത്തേഡാണ്. ഇതാണ് TestNGയിലെ ആട്രിബ്യൂട്ട്സ് ആയ ഡിപ്പെൻസ് ഓൺ മെത്തേഡ്സ്, ഡിപ്പെൻസ് ഓൺ ഗ്രൂപ്പ്, ഓൾവേസ് റൺ എന്നതിൻ്റെ പ്രാക്ടിക്കൽ യൂസേജ്. അപ്പോൾ ഈ 3 ആട്രിബ്യൂട്ട്സിൻ്റെ യൂസേജ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.